Greetings and welcome to A3 Generation. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലാൽബാഗിലാണ്. ഇന്ന് ഇവിടെ ഒരു മാംഗോ മേള നടക്കുന്നത് കാണാൻ വന്നതാണ്. അപ്പോൾ ഇത് പല സെക്ഷനായിട്ടാണ് പാർക്ക്. ഇതിപ്പോൾ ബോൺസായി പാർക്കാണ് ഇതിനകത്തുള്ളത്. നമുക്ക് ഓരോ പാർക്കായിട്ട് കണ്ടിട്ട് വരാം. നമ്മളങ്ങനെ ലാൽബാഗിനകത്ത് എത്തി കേട്ടോ. ഇത് ബാക്ക് സൈഡ് എൻട്രൻസ്. ബാക്ക് സൈഡ് എൻട്രൻസിൽ കൂടെ കേട്ടോ നമ്മൾ കയറിയിരിക്കുന്നത്. അതിൻ്റെ മുകളിലൊരു ഒറ്റ വലിയ പാറയുടെ മുകളിലൊരു അമ്പലം പണിതിട്ടുണ്ട്, കാണാവോ? ഇതൊക്കെ ഓർഗാനിക് ഫാമിംഗ് ആണ് കേട്ടോ. ഇത് പ്രൈവറ്റ് ആളുകൾ അവരവരുടെ ഫാമിൽ നിന്ന് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. ഓർഗാനിക് ആണ്. ಪಾರ್ಕಿಂಗ್ಗೆ ಪ್ರಾಬ್ಲಮ್ ಇಲ್ಲ ಅಂತ ಬೆಳಗ್ಗೆ ಅಲ್ವಾ ಎಲ್ಲಾದರೂ ಪಾರ್ಕ್ ಮಾಡ್ತಾರೆ. ಅದಕ್ಕೆ ചായ വേണോ? ഇത് രാവിലെ ഫ്രൂട്ട് ജ്യൂസ്, ഫ്രഷ് ജ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. രാവിലെ വാക്കിങ്ങിന് പോയി വരുന്നവർക്ക് വേണ്ടി ഇത് നമുക്ക് സൂപ്പ്, വെജിറ്റബിൾ സൂപ്പ്, ഫ്രഷ് ജ്യൂസ് സൂപ്പ്, അങ്ങനെ എന്തൊക്കെയോ സൂപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. ബാർലി സൂപ്പ്, അങ്ങനത്തെ സൂപ്പുകൾ. ഇവിടെ പാവയ്ക്ക ജ്യൂസ്, പിന്നെ തന്നെ നൂൽക്കോലല്ലോ, ഇത് പൂവൊക്കെ ഉണ്ട്. ഡാഡിയുടെ ഫേവറേറ്റ് പേരൊക്കെ തപ്പിയാണ് പോണേ. ഒരു പേരൊക്കെ 400 ഗ്രാംസാ. ഒരു പേരൊക്കെ 400 ഗ്രാംസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് ഈ അമ്പലത്തിലേക്കുള്ള സ്റ്റെയർ കേസാണ് കേട്ടോ. ഇതൊന്നും ആർട്ടിഫിഷ്യൽ അല്ല കേട്ടോ, ഒറിജിനൽ പാറയാണേ. ഇവിടെ രാവിലെ ആളുകൾ വാക്കിങ്ങിന് വരും കേട്ടോ. രാവിലെ ഒത്തിരി ആളുകൾ ഇവിടെ വാക്കിങ്ങിന് വരും, രാവിലെ വൈകിട്ടൊക്കെ ഇതിൻ്റെ അകത്ത് ഓടാനും. എൻട്രൻസ് ആണ് കേട്ടോ. നമ്മളിവിടെ ഇവിടുന്ന് അകത്തോട്ട് പോകണം മേള കാണാനായിട്ട്. മേള എന്ന് പറഞ്ഞാൽ മാംഗോസ് എത്ര മണിക്കാണ് തുടങ്ങുന്നതെന്ന് അറിയില്ല. കാരണം ആളുകൾ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ടോ. ബാക്ക്വേർഡ് നടക്കുന്നു. അപ്പൂപ്പനും മക്കളും എത്തി. ഇത് പല സെക്ഷനായിട്ടാണ് പാർക്ക്. ഇതിപ്പോൾ ബോൺസായി പാർക്കാണ് ഇതിനകത്തുള്ളത്. നമുക്ക് ഓരോ പാർക്കായിട്ട് കണ്ടിട്ട് വരാം. इसमें फाइबर होते हैं, you will get strength. ലാൽബാഗിൽ കർണാടക സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാംഗോ മേള ഉണ്ടാവും കേട്ടോ. ഇവിടെ തന്നെ വിളഞ്ഞതും ഇവിടുത്തെ കൃഷിക്കാർ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കിയത് കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ ഇപ്രാവശ്യം എപ്പോഴും മെയ് ലാസ്റ്റ് വീക്ക് ടു ജൂൺ സെക്കൻഡ് വീക്ക് വരെയാണ്. 3 വീക്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കാണാം. ചക്ക ഇവിടെ കുറേ നല്ല മണം വരുന്നുണ്ട്. ചക്ക കണ്ടിട്ട് നമുക്ക് മാങ്ങയുടെ അതിലേക്ക് പോകാം. ഇവിടെ മരത്തിൻ്റെ മുകളിൽ നിന്ന് മാങ്ങ താഴെ വീണെല്ലാം പൊട്ടിക്കിടക്കുന്നുണ്ട്. എന്തോരോ നശിച്ച് കിടക്കുന്നതെന്നൊക്കെ. ചക്ക ഇവിടെ ഒരു മുറിച്ച് ചൊളയായിട്ട് വിൽക്കുന്നതാട്ടോ. വലിയ ചക്ക വേറെ അപ്പുറത്ത് വിൽക്കുന്നുണ്ട്, ഓറഞ്ച് കളർ. ഇളക്കി നോടുന്നു.
ഇത് കാണിച്ചു. നല്ല ഓറഞ്ച് കളർ ചക്കയാണ് കേട്ടോ. മഞ്ഞ കളർ അപ്പുറത്തുണ്ട്, ഇത് ഓറഞ്ചാണ്. ഇനി എവിടെയെങ്കിലും റെഡ് കാണുമെന്ന് നോക്കാം. മൽഗോവയുണ്ട്, ചക്കരക്കുട്ടിയുണ്ട്. ഇതേത് സിന്ദൂരാണ്? സിന്ദൂര, മൽഗോവ, ಮಲ್ಲಿಗೆ ಯಾವುದು? ಮಲ್ಗೋ. ಹಾಂ. ವಾಟ್ ಇಸ್ ದಿಸ್? ಇದು ಚಕ್ಕರೆ ಕುಟ್ಟಿ. ಇದು ಪಿಕ್ಕಲ್ ಹಾಕೋದಾ? ಇಮಾಮ್ ಪಸಂದ್. ಓ, ಇದು നല്ല കളർ ഉണ്ടല്ലോ. ಕೊಳ್ತದ ಅಂತ. ಕೇಸರಾ ಎಷ್ಟು ಅದು ಕೆ ಜಿ? ಇದು ಹುಳಿ ಏನಿಲ್ಲ, ಒಂದು ಸಣ್ಣ ಪೀಸ್ ಅನ್ಸಿದ್ದು. ಸಣ್ಣ ಪೀಸ್ ಟೇಸ್ಟ್ ಇದೆ. ಹಣ್ಣಾಗಿಲ್ಲ? ಹೌದಾ? ಹಣ್ಣಿದೆಯಾ ಇದರಲ್ಲಿ? ನಾಳೆ ಹಣ್ಣಾಗುತ್ತಾ? ಇಲ್ಲ, ಅದೇ ಅದೇ ಸಣ್ಣದು 50 ಚೇಂಜ್ ಇಲ್ಲ ನೋಕು. തൊണ്ട് നല്ല ഗ്രീൻ കളർ, പൊടിയിട്ടില്ല, അതാണ് ഗ്രീൻ ആയിട്ടിരിക്കുന്നത്. ഇതൊന്ന് കെ ജി പൊടി. No, that was ജസ്റ്റ് പതിയെ നടന്നു അങ്ങോട്ട് കാണിക്കുന്നേ. ಪಪ್ಪಾಯದ ಕಲರ್ ಅಮರ್ಪಾಲ್ ಪೌಡರ್ ಹಾಕಿಲ್ಲ, ಅದಕ್ಕೆ ಗ್ರೀನ್. ಎಷ್ಟು ಕೆ ಜಿ? ಅದು 150. ಎಷ್ಟು ದಿನ ಆಗುತ್ತೆ? കാലാപ്പാട. കാലാപ്പാട ആക്ച്വലി അത്ര മഞ്ഞാവില്ല, മഞ്ഞായിട്ടിരിക്കുന്നല്ല. കാലാപ്പാട ಎಷ್ಟು? Look at the size of that. തേങ്ങയുടെ size ആണ്. Size of a coconut. എൻ്റെ കൈ ഇച്ചിരി, എൻ്റെ കൈ ചെറുതായിട്ട് ഇതിനായിട്ട്. To be like 1.5 kgs, no? ಇದೊಂದು ಮಾವಿನಕಾಯಿ ಎಷ್ಟು ಕೆ ಜಿ ಬರುತ್ತೆಮ್ಮ? ಒಂದು ಎಷ್ಟು ಕೆ ಜಿ ಬರುತ್ತೆ? 1 kg ಬರುತ್ತಲ್ಲ. ಸಿಕ್ಕಲ ಹಾಕೋದಲ್ಲ? ಹುಳಿ ಇಲ್ಲಲ್ಲ? കാലപ്പടയുണ്ട്, ബ്ലാക്ക് മാർക്ക് പോലെ എടുക്കുകയല്ലോ. ഇത് ಎಷ್ಟು? 1 kg. ഒത്തിരി വെറൈറ്റി മാംഗോസ് ഉണ്ട്. പക്ഷെ നമുക്ക് രാവിലെ അവിടെ ചെന്ന് ചുമ്മാ എല്ലാത്തിൻ്റെ പേര് ചോദിച്ചാൽ അവർക്ക് റിപ്പീറ്റ് ആവും. അതുകൊണ്ട് എനിക്ക് കണ്ടുപോകണം. പുളി. അപ്പോൾ കേസരി ഇവിടുത്തെ ഫേമസ് സ്റ്റേറ്റ് മാംഗോ ഉണ്ട്, അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടല്ലേ. ರಸಪುರಿ ಕಾಲಪಡ ಇದೆ, ಅಮರ್ಪಲ್ ಇದೆ, 150. ಕೇಸರಿ ಯಾವುದು? ಅಲ್ಫೋನ್ಸೋ ಮ್ಯಾಂಗೋ ಅದು ಆಮ್ರಪಲ್ಲಿ ಸ್ವೀಟೆಸ್ಟ್ ಮ್ಯಾಂಗೋ. ಇದು ಎಷ್ಟು ದಿನ ಆಗುತ್ತೆ ಹಣ್ಣಾಗಕ್ಕೆ? ಬೋಟಿ
ರಾಗಿ ಕೊಂಡುണ്ടാക്കിയ ಬೋಟಿ ಎಷ್ಟು ಟೇಸ್ಟ್ ನೋಡಿ ಅಮ್ಮ, ಟೇಸ್ಟ್ ಮಾಡಿ, ಟೇಸ್ಟ್ ಮಾಡಿ. ರಾಗಿ ಕೊಂಡುണ്ടാക്കിಯ ಬೋಟಿ ಒಳ್ಳೆ ಎಣ್ಣೆಲೆ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് ನೋಡಿ ಕೊಡಿ, ನೋಡಿ ಪರವಾಗಿಲ್ಲ. ಇದು 3 ಪ್ಯಾಕೆಟ್ ತಗೊಳ್ತೀನಿ. ಹೌದಮ್ಮ, ಗೂಗಲ್ ಪೇ ಇದೆಯಲ್ಲ? ಗೂಗಲ್ ಪೇ ಇದೆ. ಶುಗರ್ ಬೇಬಿ ಭಾರಿ ಟೇಸ್ಟ್ ಇದೆ, ತಗೊಳ್ಳಿ. ಚಕ್ಕೆರೆ ಕುಟ್ಟಿದ ಇಂಗ್ಲಿಷ್ ನೇಮ್ ಶುಗರ್ baby. ಜ್ಯೂಸ್ No, that's some creams and ಆರ್ಗ್ಯಾನಿಕ್ ಅಲ್ಲ ಹರ್ಬಲ್ 60 rupees 100 ಇದು 250 ಗ್ರಾಮ್ ಎಲ್ಲೋ it's made out of mango butter. ನಿಮಗೆ ಕೊಕ್ಕೋ ಸಿಗ್ತಾವೆ ಮ್ಯಾಂಗೋ ಬಟರ್ ನಾನು ಅದೇ ಫೇಸ್ ಆ್ಯಂಡ್ ಬಾಡಿ Face packs. ಇದು 200 ml 150 ಆಗುತ್ತೆ. ಇದು 500 ml 300 ಮ್ಯಾಂಗೋ ಬಟರು, ಕೋಕೋ ಬಟರು, ಗೋಟ್ ಮಿಲ್ಕ್ ಅಂತಾರೆ. ಒಂದು ವರ್ಷದ ಕೊಕ್ಕೋ ಮಕ್ಕಳಿಂದ ಬಟರಲ್ಲಿ ಇದೆ ಮ್ಯಾಂಗೋ ಕೊಕ್ಕೋ ಮಿಕ್ಸಾ? ಮಿಕ್ಸ್ ಓಕೆ ಓಕೆ. ಅಂದರೆ ಒಂದು ವರ್ಷದ ಮಕ್ಕಳಿಂದ ಯಾರು ಬೇಕಾದ್ರೂ ಯೂಸ್ ಮಾಡ್ಕೊಳ್ಬೋದು. 500 ml 300 rupees ಆಗುತ್ತೆ, ಇಡೀ ಇಯರ್ ಬರುತ್ತೆ. 100 ಗ್ರಾಮ್ 60. ಏನದು? ಬೀಟ್ರೂಟ್ ಲಿಪ್ ಬಾಮಾ? ಬೀಟ್ರೂಟ್ ಇಡೀ ಬರುತ್ತೆ, ನ್ಯಾಚುರಲ್ ಲಿಪ್ ಬಾಮ್. ಅಂದರೆ ಕೋಕೋ ಬಟರು, ಬೀಸ್ ವ್ಯಾಕ್ಸು, ಆಲ್ಮಂಡ್ ಆಯಿಲಲ್ಲಿ ಮಾಡಿ ನೈಸ್. 6 ಅವರ್ ಮಾಯ್ಶ್ಚರ್ ಇರುತ್ತೆ ಮತ್ತು ಪಿಗ್ಮೆಂಟೇಷನ್ ಇದು ಮಾಡುತ್ತೆ. ಎಷ್ಟು ಲಿಪ್ ಬಾಮು? ಅದು 80 rupees. ಅದು 1.5 ವರ್ಷ ಬರುತ್ತೆ. ಇದು ಏನಿದೆ ನ್ಯಾಚುರಲ್ ಕಾಫಿ ದೊಡ್ಡ ಬ್ಯಾಗ್ ಬೀಟ್ರೂಟ್ ಹಾಕಿರ್ತಾರೆ. ಒಂದು 3 ಟೈಮ್ಸ್ ಎಲ್ಲಾದರೂ ಫಂಕ್ಷನ್ ಹೋಗ್ತೀರ ಅಂದರೆ ಹಚ್ಬಿಟ್ಟು ಒಂದು 3 to 5 minutes ಜೆಂಟ್ಲಿ ಸ್ಕ್ರಬ್ ಮಾಡಬೇಕು. ಕೋಕೋ ಬಟರು ಮತ್ತು ಆಲ್ಮಂಡ್ ಆಯಿಲಿಂದ ಮಾಡಿರ್ತೀವಿ. ಹಾಗೆ ಸ್ಕಿನ್ನಲ್ಲಿ ಅಬ್ಸರ್ವ್ ಆಗಬೇಕು. ಆಯಿಲ್ ಆಲ್ಮಂಡ್ ಆಯಿಲು, ಕಾಫಿ ಆಲ್ಮಂಡ್ ಆಯಿಲ್ ಕಾಫಿ ಗ್ರೀನ್ಸ್ ಹಾಗೆ ಸ್ಕಿನ್ನಲ್ಲಿ ಅಬ್ಸರ್ವ್ ಆಗ್ಬಿಡುತ್ತೆ. ಫೇಸ್ ಸ್ಕ್ರಬ್ ಫೇಸ್ ಆ್ಯಂಡ್ ನೆಕ್ ಎರಡಕ್ಕೂ ಯೂಸ್ ಮಾಡ್ಬೋದು. ಅಂದರೆ ಇದು ಪ್ರಿಸರ್ವೇಟಿವ್ ಕೆಮಿಕಲ್ ಏನಿರಲ್ಲ. ಯೂಸ್ ಮಾಡಿ ಆದಮೇಲೆ ನಾರ್ಮಲಾಗಿ ಫ್ರಿಜ್ಜಲ್ಲಿ ಇಡಬೇಕು. ಹೊರಗಡೆ ಇಟ್ಟರೆ ಒದ್ದೆ ಕೈಯಲ್ಲಿ ಹಾಕ್ಬೇಕು, ಫಂಗಸ್ ಬಂದುಬಿಡುತ್ತೆ. ಯಾವುದು ಅದರಲ್ಲಿ ಒದ್ದೆ ಕೈ ಹಾಕಬಾರ್ದು. വെള്ളം ಕೈ ಒಡ್ಡು ಬಾಕ್ಸ್ തുറക്കരുത്, ಅದು ಫಂಗಸ್ വരുന്നു. ಇದು ಹಂಗೆ ಸ್ಕಿನ್ನಲ್ಲೇ ಅಬ್ಸರ್ವ್ ಆಗ್ಬಿಡುತ್ತೆ. ಇದು ರಬ್ ಮಾಡ್ತಾ ಡೆಡ್ ಸ್ಕಿನ್ ಮಾತ್ರ ಹೊರಗಡೆ ಬಂದ್ಬಿಡುತ್ತೆ. ಆಮೇಲೆ ವಾಶ್ ಮಾಡಬೇಕಾ? ನಾರ್ಮಲಾಗಿ ವಾಶ್ ಮಾಡ್ಬೋದು. ಅದು ರಬ್ ಮಾಡಬೇಕಾ ಇಲ್ಲ ವಾಟರ್ ಹಾಕಿ ವಾಶ್? ಅಲ್ಲ, ವಾಶ್ ಮಾಡಿ ವಾಟರ್ ರಬ್ ಮಾಡಿ ಆದ್ಮೇಲೆ ಹಾಂ. ಸುಮ್ಮನೆ ಹಂಗೆ ಸ್ವಲ್ಪ ಹೊತ್ತು ಬಿಡಬೇಕು ಇದು ಹಾಕಿದ್ಮೇಲೆ? ನೆಸೆಸರಿ ಇಲ್ಲ. ಅಂದರೆ ಕೆಲವ್ರು ಏನು ಮಾಡ್ತಾರೆ, ಇದ್ರ ಮೇಲೆ ಫೇಸ್ ಪ್ಯಾಕ್ ಯೂಸ್ ಮಾಡ್ತಾರೆ. ಡೈರೆಕ್ಟಾಗಿ ಫೇಸ್ ಪ್ಯಾಕ್ ಹಚ್ಚಿ 20 minutes ಬಿಟ್ಟು ವಾಶ್ ಮಾಡ್ತಾರೆ. ಆ ಥರ ಮಾಡ್ತಾರೆ. ಸ್ಕ್ರಬ್ ಬಿಟ್ಟು ವಾಶ್ ಇರಲಿಲ್ಲ ಕುഴപ്പമില്ല. ಅದನ್ನು ವಾಶ್ ಆದ್ರೆ തന്നെ ಫೇಸ್ ಪ್ಯಾಕ್ ಇಡಮ್ಮ ಫುಲ್ ಅಬ್ಸರ್ವ್ ಆಗ್ಬಿಡುತ್ತೆ ಈ ಥರ. ಸೊ ಇದ್ರ ಮೇಲೆ ಬೇಕಾದ್ರೆ ಫೇಸ್ ಪ್ಯಾಕ್ ಹಚ್ಬೋದು. ಇಲ್ಲ ಡೈರೆಕ್ಟಾಗಿ ಸ್ವಲ್ಪ ವಾರ್ಮ್ ವಾಟರ್ ವಾಶ್ ಮಾಡಿ ಒಂದು ನಿಮಿಷ ಕ್ಲೀನ್ ಮಾಡ್ತೀನಿ. ನೀಟಾയിട്ടുണ്ട് കേട്ടോ. ಲೆದರ್ ಜೆಲ್ಲಿ ಅದೇನದು ರೆಡ್ ವೈನ್ ಜೆಲ್? ಇವನ್ ನಾರ್ಮಲಾಗಿ ಈ ಹೋಮ್ ಮೇಡ್ ವೈನ್ ಮಾಡ್ತಾರಲ್ಲ, ಅದನ್ನು ಫೇಸ್ ಯೂಸ್ ಮಾಡ್ತಾರೆ. ಓಕೆ. ಅದು ಏನಂದ್ರೆ ಸ್ಕಿನ್ ಬ್ರೈಟಿಂಗ್ ಬರುತ್ತೆ, ಆಕ್ನೆಸ್ ರಿಮೂವ್ ಮಾಡುತ್ತೆ ಅಂತ. ಗ್ರೇಪ್ ವೈನ್ ನಾವೇನು ಮಾಡ್ತೀವಿ, ಗ್ರೇಪ್ ವೈನ್ ಮಾಡಿಬಿಟ್ಟು ಅಲೋವೆರಾ ಜೊತೆ ಆ್ಯಡ್ ಮಾಡ್ತೀವಿ. ಓಕೆ ಓಕೆ. ಗ್ರೇಪ್ ವೈನ್ ಸ್ಯಾಂಪಲ್ ಇದೆಯಲ್ಲ ಅದರೊಳಗೆ ಜೆಲ್ಲುം ಕೂಡ ಮಿಕ್ಸ್ ಇದೆ. ಇಲ್ಲ, ಅದು ಬೇಡ, ವಾಟ್ರಲ್ಲಿ ವಾಶ್ ಮಾಡಿ ನಾನು ಕ್ಲೀನ್ ಮಾಡ್ತೀನಿ, ತೋರಿಸ್ತಾ ಇದ್ದೀನಿ. ಎಕ್ಸ್ಟರ್ನಲ್ ಫೀಲು ಅಷ್ಟೇ, ಸಾಫ್ಟು ಬರುತ್ತೆ, ಬ್ರೈಟ್ನಿಂಗು ಬರುತ್ತೆ, ಟ್ಯಾನು ಡೆಡ್ ಸ್ಕಿನ್ ಬೋಯ್. ಈ ಕಾಲದ ಸನ್ನಲ್ಲಿ 60+ ಬೇಕು SPF. ಇದೆಯಾ? 50 ಸಾಕಾಗಲ್ಲ ಅಂತಲ್ಲ? ಅಲ್ಲ, ಸಾಕಾಗಲ್ಲ ಅಂತಲ್ಲ. These are all handmade and natural products. All the products, whatever we have used is the natural ingredients. Okay. If, for example, if you take neem soap, only neem leaves is the main ingredient. Okay. All handmade. Papaya face wash means only papaya pulps we have used, SLS and paraben free, fully naturally we have made. Okay. Lip balms also, cocoa butter, almond oil, beeswax. Beetroot means beetroot extract only we have used and natural. Okay. Body lotion also. Goat milk we have used for more nourishment. Cocoa butter, almond oil. From 1 year baby to anybody can use. Okay, All are okay. natural products and chemical free products. Okay. Main aim is to reach people at competitive prices in all natural. Okay. Now we have tried something. We are happy with that. So what's the company name? Yes, Futura Naturotech Solutions. Yes. Yes, Futura Naturotech Solutions. Okay. Yes, Futura. From past years, 8 years we are doing it. We are having more than 1,000 satisfied customers. Okay. You can Okay. also Great. try and get me the feedback. Great. Okay. Thank you. നമ്മൾ അവിടുന്ന് കേട്ടോ വന്നത്. ആ എൻഡിൽ നിന്നാണ് മാംഗോ മേള. ചക്ക കണ്ടിട്ട് നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതാ
ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. ഇതിങ്ങനെ നീണ്ടു കിടക്കുക കേട്ടോ അങ്ങോട്ട്. ഇത് നമ്മൾ ലാൽബാഗിൽ വരുമ്പോൾ ഒക്കെ ഈ സാധനം കിട്ടും കേട്ടോ. പണ്ട് ഞങ്ങൾ ചെറുതായിരുന്നപ്പോൾ വരുമ്പോഴും ഇത് കുറേ കിട്ടുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇത് എടുത്തുകൊണ്ട് പോയി ഫ്ലവർ വാസിൽ വെച്ചിട്ട് ഒത്തിരി നാൾ നിൽക്കുമായിരുന്നു അത് ഫ്ലവർ വാസിൽ. ഇതാണ് നമ്മളുടെ ഗ്ലാസ് ഹൗസ്. ഫ്ലവർ ഷോ ഒക്കെ നടക്കുമ്പോൾ ഈ ഗ്ലാസ് ഹൗസിലായിട്ടാണ് നടത്തുന്നത്. സൂം ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഈ മാങ്ങയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ പോയി കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് ഫുൾ ഫ്ലവർ ഷോയിൻ്റെ ഡെക്കറേഷൻസ് ആയിരിക്കും. That side is jackfruit mela. ഓ That gap where they're standing, no? The അവിടെ എനിക്കിത് സൂം ചെയ്യാൻ പറ്റുന്നില്ല. ഈ സൈഡിൽ അങ്ങോട്ട് അകത്തേക്ക് പോയാൽ അവിടെയാണ് ജാക്ക് ഫ്രൂട്ട് മേള. മാങ്ങ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ചുരുമുരി ബേൽപൂരി എന്തെങ്കിലും വേണോ? ആ ഒന്ന് മേടിച്ചു തന്നാ. ಒಂದು ಚುರ್ಮುರಿ ಹಾಕಿ ಅಡ್ಗೆ. ಹಾಂ ಒಂದು ಹ್ಞೂ മൽനാട് പിക്കിൾസ് ആണ് ഇത്. വീടുകളിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന പിക്കിൾസും ചട്നി പൗഡറും ഒക്കെയാണ്. നമ്മൾക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് ನೋക്കാം. ಚಟ್ನಿ ಪೌಡರ್ ಯಾವುದಿದೆ? ಎಲ್ಲ ಬೇಳೆ ಮಿಕ್ಸ್ ಚಟ್ನಿ ತುಂಬಾ ವೆರೈಟೀಸ್ ಇದೆ. ಇದೊಂಚೂರು ಬೆಳ್ಳುಳ್ಳಿದ ಇದು ಒಂದೊಂದೇ ಟೇಸ್ಟ್ ಕೊಡ್ತೇನೆ ನೋಡಿ. ಇದು ಎಲ್ಲ ಬೇಳೆ 4 ಬೇಳೆ ಮಿಕ್ಸ್ ಇದೆ. പരിപ്പ് കൊണ്ടുണ്ടാക്കിയതാ. എനിക്കിത് ಇಡ್ಲಿ ದೋಸೆ ಚಪಾತಿ ಹಾಟ್ ರೈಸ್ ಸ್ಪೈಸಿ. ಇದು ಶೇಂಗಾಯಿದು ಸ್ವಲ್ಪ ಶೇಂಗಾಯಿ എന്ന് പറഞ്ഞാൽ കപ്പലണ്ടിയാണ്. 130. ಇದು ಫ್ಲಾಕ್ಸ್ ಸೀಡ್ಸ್. ಇದು ಚೆನ್ನಾಗಿದೆ. ಇದೆಷ್ಟು? 150 1/4 ಕಿಲೋ. ಓಕೆ. ಇದು 150 ಕಿಲೋ. ಇವೆಲ್ಲ നമ്മളൊരു ചുർമുരി വാങ്ങിച്ചു. ചുർമുരി എന്ന് പറയും, ചിലർ ഇതിനെ ബേൽപുരി എന്ന് പറയും. അതിൻ്റെ അകത്ത് മാങ്ങ ചുരണ്ടിയിട്ടിട്ടുണ്ട് കേട്ടോ, പച്ചമാങ്ങ. ഇത് അടിച്ചിട്ടിരിക്കുന്നത് ഇതെന്തുകൊണ്ട് അതിനകത്തൊന്നുമില്ല. നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങ് വന്നിട്ട് ഇവിടെയും മാറ്റം വരെ മാങ്ങയാണ്. നമ്മൾ ജാക്ക് ഫ്രൂട്ട് മേള കാണാൻ പോവുകയാണ്. അപ്പുറത്ത് മാങ്ങയുടെ സെക്ഷനായിരുന്നു. ഇനി ഇവിടെ ജാക്ക് ഫ്രൂട്ട്. ഇത് ജാം ಅದು ಗುಲ್ಕಂಡ್. ಇದು ಓಕೆ ಓಕೆ. ಇದರಲ್ಲೂ ಜಾಕ್ ಫ್ರೂಟ್ ಇದೆಯಾ? ഓക്കെ വേണ്ട. ഇല്ലില്ല, ഞാൻ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഐറ്റം നോക്കിയതാ. ജാക്ക് ഫ്രൂട്ടിൻ്റെ പപ്പടും ജാമും എല്ലാം ഉണ്ട്. പപ്പട്, റെഡ് റൈസ് ആൻഡ് ജാം. ഇവിടെ പല സാധനങ്ങളുണ്ട് കേട്ടോ. മാംഗോ ബർഫി, ജാക്ക് ഫ്രൂട്ട് ബർഫി, എന്തൊക്കെയോ ഉണ്ട്. ജാക്ക് ഫ്രൂട്ട് ചിപ്സ്, പപ്പടം. ಇದು ಪಾಪಡ ಆಮ್. ಓಕೆ ಓಕೆ. ಜಾಕ್ ಫ್ರೂಟ್ ಅಲ್ಲ, ಇದು ಜಾಕ್ ಫ್ರೂಟ್ ಪಾಪಡ್, ಇದು ಆಮ್ ಪಾಪಡ್. ಹಾಂ ಹಾಂ ಹಾಂ. ഇത് റാഗിയുടെയൊക്കെ പപ്പടമൊക്കെയാണെന്ന് തോന്നുന്നല്ലേ. പലതരം പപ്പടങ്ങളുണ്ട്. ഇത് യെല്ലോ കളർ ചക്ക ഇവിടെ മുറിച്ച് വെക്കുവാണ്. ഇത് ഓറഞ്ച്. പക്ഷെ റെഡ് ചക്ക കണ്ടില്ലല്ലോ. ಎಷ್ಟಮ್ಮ ಅದು ಹಲಸಿನ? 100 ರೂಪಾಯಿಗೆ ಎಷ್ಟು ಪೀಸು? 12 ಪೀಸಸ್. ಏನಿಲ್ಲല്ലോ ರೆಡ್. ಫುಲ್ ರೆಡ್. ಹಾಂ, ಆಗ ಪണ്ട് റെഡ് കളർ ഹലസിനൊന്നും കിട്ടുമായിരുന്നില്ല. വേണോ? കഴിക്കുമെങ്കിൽ മേടിക്കാം.
ഇത് വൈറ്റാ, വൈറ്റ് ചക്കയാ, വൈറ്റ് കളർ. എല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന എല്ലാം ചക്കയാണ് കേട്ടോ. ഗ്ലാസസ് എന്തോ മെയിൻ്റെനൻസ് നടക്കുവാണ് കേട്ടോ. അതൊക്കെ ഫെൻസിങ് ഇട്ട് വെച്ചിരിക്കുക. നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതിന് ഗ്ലാസ് ഹൗസ് എന്ന് പറയാൻ കാര്യം ഇതുണ്ട്, മേള് ഫുൾ ഗ്ലാസിൻ്റെയാണ്. എല്ലാം പോയി. ഇതിൻ്റെ എക്സ്റ്റൻഷൻസ് അങ്ങോട്ടൊക്കെ ഉണ്ട്. ഒരു 3 ഫേസ് ആണിത്. ഈ പീകോക്കിൻ്റെ ഒക്കെ ഫ്രെയിമൊക്കെ ഇവിടെ കണ്ടോ. ഇതൊക്കെ ഫ്ലവർ ഷോൻ്റെ ടൈമിൽ ഇതൊക്കെ ഫുൾ ഫ്ലവർ വെച്ചിട്ട് ചെടി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യും കേട്ടോ അവർ. ഗ്ലാസ് ഹൗസിന് ചുറ്റും ഒരു ബോൺസായി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം എൻട്രൻസിൽ അവിടെ ഒരു ബോൺസായി പാർക്ക് കണ്ടില്ലേ. ഈ ചട്ടിയിലിരിക്കുന്ന എല്ലാം ബോൺസായി ചെടികളാണ്. അവിടെ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അവരിതുപോലെ ഈ ഫ്രെയിംസ് കണ്ടോ, ഇതൊക്കെ അവർ ചട്ടി വെച്ചിട്ട് ഫില്ല് ചെയ്യും കേട്ടോ ഫ്ലവർ ഷോൻ്റെ ടൈമിൽ. ഒത്തിരി ഏക്കേഴ്സ് ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്തോട്ടൊന്നും പോകാൻ സമയമില്ല. ഇവിടെ ഒരു കിളിയിരിക്കുന്നൊക്കെ എഴുതിയടാ പറഞ്ഞോളാം ഞാൻ. ഈ ഫ്രെയിം കണ്ടോ, ഈ ഫ്രെയിമിൽ അവരിതുപോലെ ഫ്ലവേഴ്സും ചെടികളൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യും. ആ ഗ്ലാസ് ഹൗസിൻ്റെ അകത്ത് മുഴുവൻ അവർ ഫ്ലവേഴ്സിൻ്റെ ഡെക്കറേഷൻസ് ആയിരിക്കും. ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കും ഫ്ലവർ ഷോൻ്റെ ടൈമിൽ. ജനുവരിയിൽ കേട്ടോ. ഇതുണ്ട് ബോൺസായി. അവിടെ ബോൺസായി വെയിലടിച്ചിട്ടൊന്നും കാണുന്നില്ല. അതൊക്കെ ഒരു ഫൗണ്ടനല്ല, വാട്ടർ ഫ്ലോൻ്റെ ഒരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിരിക്കും കേട്ടോ. അതിൽ നിന്നൊക്കെ വെള്ളം ഒഴുകുന്ന പോലെ ഉള്ള ഡിസൈൻസൊക്കെ അവർ ഫില്ല് ചെയ്യും. ഫ്ലവർ ഹൗസിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ അന്നേരം കണ്ടത്. ഇത് ഒരു സൈഡാണ് കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ എന്ത് ഭംഗിയായിരിക്കും എന്നറിയോ ഫ്ലവർ ഷോൻ്റെ ടൈമിൽ വന്നിട്ടുണ്ടെങ്കിൽ. ഇതെന്തോന്നറിയില്ല, അവിടെ എന്തൊക്കെയോ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പറ്റുമോയെന്നറിയില്ല, പോയി നോക്കാം. ഈ ഫ്രെയിംസൊക്കെ ഫുൾ ചെടിച്ചട്ടികളും ഒക്കെ ഉള്ളത് തന്നെ. ചെടിച്ചട്ടി എന്ന് പറഞ്ഞാൽ പല പല കളർ ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ട്. ഇതിപ്പോൾ എല്ലാവരും ഉപേക്ഷിച്ചിട്ട പോലെ ഉണ്ട് ഈ ഗ്ലാസ് ഹൗസ് ഇപ്പോൾ കാണാനായിട്ട്. ഫ്ലവർ ഷോൻ്റെ ഒക്കെ ടൈമിൽ വന്നാൽ 1 ഇഞ്ച് നമ്മൾക്ക് കാല് വെക്കാൻ ഇതിനകത്ത് സ്ഥലം കിട്ടില്ല. ഇലക്ട്രിക് കാറൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ടൈമുണ്ട്. 10 o'clock സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നമ്മൾ വേഗം വന്നുവല്ലോ. ആ, ഇത് രാവിലെ വാക്കിംഗ് ടൈമാണ്. ആളുകൾ നടക്കാനും ഓടാനൊക്കെ വരുന്ന സമയമാണ്. അപ് ടു 10 o'clock. അതുകൊണ്ട് ഈ സമയത്ത് ഒരു വണ്ടി ഇറക്കില്ല. ഇത് കഴിഞ്ഞിട്ട് ഓക്കെ. ഈ ലാൽബാഗിലുള്ള ടോളസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് വണ്ണാണ് കേട്ടോ ഈ മരം കാണുന്നത്. അതിൻ്റെ അകത്തൊരു വാട്ടർ ഫൗണ്ടനും ഉണ്ട്. നമ്മൾ ചെറുതായിരിക്കുമ്പോൾ ഇവിടെ വരാൻ നേരത്തൊക്കെ ഈ ഫൗണ്ടനൊക്കെ കാണുമ്പോൾ എന്ത് കൊതിയാണെന്നറിയോ. ഇപ്പോൾ ഫൗണ്ടനൊക്കെ കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല. മറ്റേത് കൈയൊക്കെ വിട്ട് ഓടും നമ്മളിവിടെ കാണാൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് വന്നു കഴിയുമ്പോൾ ആദ്യം നമ്മളുടെ ഈ കണ്ട ഗ്ലാസ് ഹൗസ് തന്നെയാണ്. ഇത് ഒത്തിരി വലുതായിട്ടോ. നിങ്ങൾക്ക് അന്നേരം കണ്ടപ്പോൾ ഒത്തിരി തോന്നിയില്ലായിരിക്കും, പക്ഷെ ഭയങ്കര വലുതാണ്. ഗ്ലാസ് ഹൗസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ അകത്തേക്ക് കയറുന്നത്. ഇവിടെ എന്ത് സാധനം അവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഗ്ലാസ് ഹൗസിൻ്റെ അകത്തൂടെ നമ്മൾക്ക് സാധാരണ കയറി ഇങ്ങനെ വന്ന് ഈ ഫൗണ്ടൻ കണ്ടുകൊണ്ട് അങ്ങനെ ഇറങ്ങി ഗാർഡൻ്റെ അകത്തോട്ട് പോകാം കേട്ടോ. ഇതാണ് ആ വലിയ മരം എന്ന് പറഞ്ഞത്.
വാട്ടർ ഫൗണ്ടൻ്റെ അടുത്ത് തന്നെ ആ മരം വെച്ചിരിക്കുന്നത്. നമ്മൾ ആ ദൂരെ നിന്ന് കണ്ടില്ലേ, എന്തോ ഞാൻ ഓർത്ത് എന്തോ ഉണക്കം തൂക്കിയിട്ടിരിക്കുമെന്ന്. അങ്ങനെയല്ല, ബാംബൂവിൻ്റെ എന്തോ ഫ്രെയിംസ് ആണ്, നിറച്ച് ഫ്ലവേഴ്സ് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡുകളാണ് കേട്ടോ അത്. ഒത്തിരി ബാംബൂസ് ഉണ്ട് കേട്ടോ അതിന് ചുറ്റും. അപ്പുറത്തോട്ടൊക്കെ അതിൻ്റെ വേറെ ഫ്രെയിംസ് ഉണ്ട്. അതൊക്കെ നിറച്ച് ഫ്ലവേഴ്സ് ആയിരിക്കും. അത് ഞാൻ ഇപ്രാവശ്യം എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ വരും. ഇപ്രാവശ്യം പിന്നെ മടിയാണ് ഈ തിരക്കിൽ വരാൻ. പക്ഷെ എന്തായാലും ഞാൻ വന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പച്ചയുടെ അത് അവിടെ ഇവിടെ നല്ല ലില്ലീസാണത്, യെല്ലോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് നിറച്ചുണ്ടല്ലോ, നോക്കിയേ. പുല്ലിനകത്ത് വെറും യെല്ലോ കളർ ലില്ലീസ് ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത്. ഒത്തിരി കിളികളുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനത്തത്. മാംഗോ ഫ്രഷ് ജ്യൂസാണ് കേട്ടോ. അന്നേരം വരുമ്പോൾ ഇവിടെ അടച്ചിട്ടിരുന്നു. ഓറഞ്ച് ಎಷ್ಟೊಂದು ಜಾಕ್ ಫ್ರೂಟ್ ಎಷ್ಟು ಹೇಗೆ ಅದು ಕಿಲೋ? ಅಲ್ಲ ಈಗ ಓಪನ್ ಮಾಡೋದು. ചക്കയും മാങ്ങയും കൂടാതെ നെല്ലിക്ക, നെരളെ ഹണ്ണു നാട്ടിലെന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് ഷുഗറിന് നല്ലതാണ്. നെരളെ ಹಣ್ಣು ಹೇಗೆ ಅಪ್ಪ ಕೆ ಜಿ? ಎಷ್ಟಣ್ಣ? ಕೆ ಜಿನಾ 350. മരത്തിൻ്റെയൊക്കെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഫുൾ മരമാണ് കേട്ടോ നമുക്ക് കാണാനുള്ളത്. അല്ലാത്ത സമയത്ത് വരുമ്പോൾ മരങ്ങളും ഫ്ലവർ ഗാർഡൻസും ഒക്കെയാണ് ഇവിടുത്തെ കാണാനുള്ള ഭംഗി. നോക്കട്ടെ പറ്റുമെന്ന്. ഡാഡി ടയേർഡായിട്ടുണ്ട്, അവിടെ ഇരുത്തിയിരിക്കുകയാണ് ഡാഡിനെ. നമുക്ക് പോയിട്ട് ഇലക്ട്രിക് വെഹിക്കിൾ കിട്ടുവാണെങ്കിൽ ഒരു റൗണ്ട് പോവാം. ലാൽബാഗിൽ നിന്ന് മേടിക്കുന്ന മാങ്ങ ഇങ്ങനെയാണ് കേട്ടോ. ഒട്ടും അധികം മഞ്ഞ കളറില്ല. നോക്ക്, മറ്റേ പൊടിയിട്ട് പഴുപ്പിച്ചിട്ടല്ലേ ഒത്തിരി മഞ്ഞ വരുന്നത്. ഇതിപ്പോൾ പച്ച കളറാണ്, നല്ല പഴുത്തതാട്ടോ. ഞാൻ തുറന്ന് കാണിക്കാം. ഇത് കണ്ടോ, ഇതാണ് മാങ്ങ. തോട് പച്ച കളറല്ലേ, പക്ഷെ അകത്ത്